ശ്രീ DP ജയചന്ദ്രൻ, നോക്കൂ, ഇവിടെ ഇപ്പോൾ UDF സർക്കാരിനെ സംബന്ധിച്ച് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകണം എന്ന താല്പര്യമില്ല. അവർ ശക്തമായ നിലപാട് ലീഗ് ഉൾപ്പെടെ വിഷയത്തിൽ എടുത്തതാണ്. പക്ഷേ നിർബന്ധിതമാവുകയാണ്. കേന്ദ്ര ഫണ്ട് ലഭിക്കണമെങ്കിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്നൊരു സാഹചര്യത്തിൽ അവർ അത് പിന്തുടരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. LDF സർക്കാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാറ്റി വെച്ചതിന് ശേഷം അവസാനം ഒപ്പിടാൻ തീരുമാനിച്ചതും സമാനമായ സാഹചര്യത്തിലാണ്. കേന്ദ്ര ഫണ്ട് പല വിധത്തിൽ ഇതുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഫണ്ടുകൾ പോലും പിടിച്ചുവെച്ച സാഹചര്യത്തിലാണ്. അങ്ങനെ സംസ്ഥാന സർക്കാരുകളെ ഭീഷണിപ്പെടുത്തി ഈ പദ്ധതിയുടെ ഭാഗമാക്കുന്ന കേന്ദ്രത്തിന്റെ നയമല്ലേ യഥാർത്ഥത്തിൽ ഈ UDF സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുന്നത്? രേണുക, ഈ PMCയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ പ്രതിപക്ഷത്തിന്റെ സ്വരത്തിൽ കേരളത്തിലെ ആങ്കർമാർ സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യമാണ് ഇപ്പോൾ നിങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒറ്റ ചോദ്യം രേണുകയോട് ചോദിക്കും. ഇന്ത്യ രാജ്യത്തെ 128 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമുള്ള ഈ രാജ്യത്ത് ആകെ ഈ പദ്ധതിയിൽ ഒപ്പുവെക്കാത്തത് ഒരു തമിഴ്നാട് മാത്രമല്ലേ? ആദ്യം ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചത് കോൺഗ്രസ് ഭരിച്ച രാജസ്ഥാനല്ലേ? ഇന്ത്യയിലെ കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പദ്ധതി നടപ്പിലാക്കുന്നില്ലേ? ആ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിന്റെ കുട്ടികൾ, സഖാക്കളുടെ മക്കൾ, അവരൊക്കെ വഴിതെറ്റിപ്പോയോ ഈ വിദ്യാലയങ്ങളിൽ പഠിച്ചത് കൊണ്ട്? കേരളത്തിലും ഇല്ലേ രേണുക നവോദയ വിദ്യാലയങ്ങൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ? കേരളത്തിലെ എത്ര ഇടതുപക്ഷ നേതാക്കന്മാരുടെ മക്കൾ ഒന്ന് രേണുക അന്വേഷിച്ച് പറ. കേരളത്തിലെ എത്ര ഇടതുപക്ഷ വലതുപക്ഷ നേതാക്കന്മാരുടെ മക്കൾ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ ഈ പദ്ധതിയിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട്? നാഷണൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന് അടിസ്ഥാനമായ കരിക്കുലവും സിലബസും ഒക്കെ തന്നെയല്ലേ അവരുടെ മക്കൾ പഠിക്കുന്നത്? അവരുടെ മക്കൾ വഴിതെറ്റിപ്പോയോ? അങ്ങനെ വഴിതെറ്റി പോകുന്നുവെങ്കിൽ ആ മക്കളെ ഏറ്റവും നല്ല സംസ്ഥാന സിലബസ്, അതിനേക്കാൾ ഗുണമേന്മയുള്ള സംസ്ഥാന സിലബസ് പഠിക്കുന്ന സ്കൂളുകൾ ഇല്ലേ രേണുക? അപ്പൊ രേണുക, ഇതിനകത്തുള്ള ആത്യന്തികമായ വിഷയം അതൊന്നുമല്ല. രാഷ്ട്രീയ വരട്ടുവാദം കേരളത്തെ ഇക്കാലം അത്രയും പുറകോട്ടടിപ്പിച്ചൊന്നൊരു യാഥാർത്ഥ്യമല്ലേ? ഇല്ല, അത് ഈ കേന്ദ്രം നൽകിയ മറുപടിയിൽ തന്നെ ഉണ്ടല്ലോ ശ്രീ TP ജയചന്ദ്രൻ. ഏത് ഫണ്ടാണ് ഈ ധാരണാപത്രം ഒപ്പിട്ടതിന് ശേഷം കേരളത്തിന് കൊടുത്തത്? SSK ഫണ്ടാണ്. 99 കോടിയോളം രൂപ കിട്ടിയത് SSK ഫണ്ടിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് ഇതുമായി നേരിട്ട് ബന്ധമുള്ളതല്ല. എന്നിട്ട് പോലും ആ ഫണ്ട് പിടിച്ചു വെക്കുന്ന സാഹചര്യം ഉണ്ടായി. എത്ര വർഷമായി രേണുക ഈ പരാതി വന്നിട്ട്? തമിഴ്നാട് കോടതി പോയല്ലോ. കേരളത്തിൽ അനങ്ങിയാൽ കോടതി പോകുന്നല്ലേ? ഭരണഘടനാപരമായ ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും നിഷേധിക്കപ്പെട്ടാൽ ഏതൊരു സർക്കാരിനും കേരളത്തിൽ ആരുടെയും വീട്ടിൽ നിന്ന് നാളികേരം പറിച്ച് വെട്ടി ഉണക്കി വിറ്റ പണമെടുത്ത് പോകണ്ടെന്നേ. കേരളത്തിലെ പൊതുഖജനാവിലെ പണമെടുത്ത് കോടതിയിൽ പോവാൻ എന്തുകൊണ്ട് കേരള സർക്കാർ തയ്യാറായില്ല എന്ന് മാത്രമല്ല രേണുക ഞാൻ ചോദിക്കുക. ഈ പദ്ധതിയിൽ ഗുണമുള്ളത് കൊണ്ടല്ലേ ശിവൻകുട്ടി അവസാനം പോയി ഒപ്പിട്ടത്? നിങ്ങൾ പത്രക്കാരെ വിളിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? എന്താണ് PM ശ്രീക്ക് തർക്കം? ഇവിടെ ഇപ്പം ഗോപൻ പറഞ്ഞ 2 കാര്യങ്ങളാണ് എതിർപ്പ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളവും ഞാനും ഒരു അധ്യാപകനായിരുന്നു, നിജേഷും ഒരു ആയിരുന്നു. നോക്കൂ, കേന്ദ്രം ഒരു നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കും. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന ഒരു പദ്ധതിയാണ്. കേന്ദ്രത്തിനുള്ള അതിനേക്കാൾ ശക്തമായ ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളും സംസ്ഥാനങ്ങൾക്കുണ്ട്. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു സിലബസ് തയ്യാറാക്കും കേന്ദ്ര ഗവൺമെന്റ്. അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിന്റെ ചുവട് പിടിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ സാഹചര്യങ്ങളും സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയവും ഉൾപ്പെടുത്തിക്കൊണ്ട് സ്റ്റേറ്റ് കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കും. സ്റ്റേറ്റ് കരിക്കുലം ഫ്രെയിംവർക്കിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനം ഒരു സിലബസ് തയ്യാറാക്കും. സംസ്ഥാനം സിലബസ് തയ്യാറാക്കാനുള്ള പൂർണ്ണമായ അധികാരാവകാശങ്ങൾ സംസ്ഥാന ഗവൺമെന്റിനാണുള്ളത്. ഈ പദ്ധതിയിൽ എന്താ പറയുന്നത്? ഒരു ബ്ലോക്കിൽ 2 വിദ്യാലയങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ, അവയെ ലോകോത്തര നിലവാരത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള സാമ്പത്തിക സഹായം കേന്ദ്രം ചെയ്യും. അതേ കേന്ദ്രം ഒരു സാമ്പത്തിക സഹായം ചെയ്യും. ആ സ്കൂളുകൾ മറ്റ് സ്കൂളുകൾക്ക് മാതൃകാ വിദ്യാലയങ്ങളാവുകയും അവരുടെ മെന്റർ ആവുകയും വേണം. ഇതല്ലേ ഇത് മോശമാണെങ്കിൽ ശിവൻകുട്ടി ഒപ്പുവെക്കുമായിരുന്നു രേണുക? ഇത് മോശമായിരുന്നെങ്കിൽ കോൺഗ്രസ് ഗവൺമെന്റ് നടപ്പിലാക്കുമോ രേണുക?
എല്ലാ സംസ്ഥാനങ്ങൾക്കും അധികാരമുണ്ട്. ശ്രീ ടി പി ജയചന്ദ്രൻ, ഇതിൽ അംഗമാകാൻ താല്പര്യമുള്ള സംസ്ഥാനങ്ങൾ അതിൽ ഭാഗമാവുകയും അല്ലാത്തവർ വിട്ടുനിൽക്കുകയും ചെയ്തോട്ടെ എന്ന് കേന്ദ്രം കരുതിയില്ലല്ലോ. നിങ്ങൾ ഫണ്ട് മരവിപ്പിച്ച് നിർത്തി ഓരോ സംസ്ഥാനങ്ങളെയും ഈ രീതിയിൽ വരിഞ്ഞു മുറുക്കുമ്പോഴാണ് ഓരോ സംസ്ഥാനങ്ങളും അതിന്റെ ഭാഗമായത്. എല്ലാവരും പൂർണ്ണാർത്ഥത്തിൽ അതിനോട് യോജിപ്പുണ്ടായതുകൊണ്ട് അതിന്റെ ഭാഗമായി എന്ന് കരുതാൻ കഴിയില്ല. എന്തിനാണ് കേന്ദ്രം ആ കടുംപിടുത്തം പിടിക്കുന്നത് എന്നതാണല്ലോ സംശയം. ദാ ഇവിടെ ഇപ്പോൾ UDF സർക്കാർ ആദ്യം ഇതിനെതിരെ രംഗത്ത് വന്നവരാണ്. പക്ഷെ അവർക്കും ഭരണത്തിലെത്തുമ്പോൾ ഇതുമായി മുന്നോട്ട് പോകേണ്ടി വരുന്ന സാഹചര്യം, അതിലൊരു റീസണായി അവർ പറയുന്നത് ഫണ്ടാണ്. ഫണ്ട് വേണം, അത് വാങ്ങിച്ചെടുക്കാൻ ഞങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ ഈ കരിക്കുലവുമായി ബന്ധപ്പെട്ടും സ്കൂളുകളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുമുള്ള കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആ ഫണ്ട് സ്വീകരിക്കാൻ ശ്രമിക്കുകയാണ് എന്നവർ പറയുന്നു. അത് കേന്ദ്രത്തിന്റെ പിടിവാശിയാണ്. രേണുകയുടെ വാദം വസ്തുതാ വിരുദ്ധമല്ലേ രേണുക? നോക്കൂ, ഈ സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇവർക്കുണ്ട്. ഇപ്പോഴും കേരളത്തിന് ഈ പദ്ധതി നടപ്പിലാക്കാതിരുന്നാൽ പോരെ രേണുക? കേന്ദ്ര ഗവൺമെന്റ് കഴുത്തിന് പിടിച്ച് നടപ്പിലാക്കൂ എന്ന് പറയാൻ പറ്റുമോ? ഏതാനും മാസങ്ങളല്ലേ ഉള്ളൂ. ആ മാസങ്ങൾക്കുള്ളിൽ ഈ പദ്ധതിയിൽ നിന്ന് ഞങ്ങൾ നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കേരളം നടപ്പിലാവില്ല. പക്ഷെ നഷ്ടം രേണുക മനസ്സിലാക്കേണ്ടത് കേരളത്തിനായിരിക്കും. കേരളത്തിലെ പല നേതാക്കന്മാരുടെയും മക്കൾ കേന്ദ്രീയ വിദ്യാലയത്തിൽ ഉണ്ട്. ഞാൻ രേണുകയോട് വളരെ വിനയപൂർവ്വം പറയുന്നു, കേരളത്തിലെ പ്രഗത്ഭരായ, പേര് ഞാൻ അവരെ മാനഭംഗപ്പെടുത്തുന്നതിന്റെ പേരിൽ ഞാനിവിടെ പ്രസംഗിച്ചില്ലവരുള്ളൂ, കേരളത്തിൽ ഈ പദ്ധതിയെ എതിർത്ത നേതാക്കന്മാരുടെ പൗത്രന്മാർ, കൊച്ചുമക്കൾ, സാധ്യതപ്പെട്ടവരൊക്കെ കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിച്ചിട്ടുണ്ട് രേണുക. അവർ വഴിതെറ്റിപ്പോയിട്ടില്ല, അവരതിൽ അഭിമാനിക്കുന്നു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മാതിരി ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ തന്നെ പറഞ്ഞു ഇതിൽ ഒപ്പിടുന്നില്ല, നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് കേരളത്തിൽ ഫണ്ട് അനുവദിച്ചു. ചില ഫണ്ടുകൾ അനുവദിക്കാൻ വിമുഖതയുണ്ട്, ശരിയാണ് രേണുക പറയുന്നത്. കാരണം NEP-യുടെ ചുവട് പിടിച്ച് നടക്കേണ്ട അധ്യാപക പരിശീലനത്തിന് വേണ്ട പണം കേരളത്തിന് വേണമോ? രേണുക പറ. NEP എന്ന് പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഉണ്ടായ നടപടികളിലും ഭാവമാറ്റങ്ങളിലും അനുസരിച്ച് അധ്യാപക ലോകത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾക്ക് അവരെ പരിശീലനം നൽകണം. കേരളം പദ്ധതി നടപ്പിലാക്കുന്നില്ല. അതുകൊണ്ട് അതിനനുസരിച്ച പരിശീലനം കേരളത്തിന് ആവശ്യമില്ല. കേരളത്തിൽ B.Ed-ഉം TTC-യും കഴിഞ്ഞ അധ്യാപകരാണ്. കേരളത്തിൽ ആ സിലബസിനനുസരിച്ച് അവർ പഠിപ്പിച്ചാൽ മതി. അതിനാവശ്യമായ ഫണ്ട് കേരളത്തിന് ആവശ്യമുണ്ടോ? രേണുക തന്നെ പറ. NEP-ക്ക് അനുസരിച്ച് പെഡഗോഗിയിലും കരിക്കുലത്തിലും ഉണ്ടായ മാറ്റങ്ങളും അത് സമൂഹത്തിലും വിദ്യാർത്ഥി സമൂഹത്തിലും ചെലുത്തേണ്ട മാറ്റങ്ങൾക്കും അനുസരിച്ച് അധ്യാപക സമൂഹത്തെ പരിവർത്തനം ചെയ്യപ്പെടണം. അതിനവർക്ക് നിരന്തരമായ പരിശീലനം കൊടുക്കണം. കേരളം NEP-യിൽ ഇല്ല. കേരളത്തിൽ PMC മാത്രമല്ല, ഇതൊന്നും നടപ്പിലാക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അപ്പൊ അതിനു വേണ്ടിയുള്ള പണം കേന്ദ്രം കൊടുക്കണോ? മറിച്ച് കേരളത്തിന് അവകാശപ്പെട്ട 4 മുക്കാൽ, ഞാനും മലയാളിയാണ് രേണുക, എന്റെ മക്കളും മക്കളും പഠിക്കുന്ന കേരളത്തിലാണ് രേണുക. എന്റെ കുട്ടികൾക്ക് അവകാശപ്പെട്ടത് നിഷേധിച്ചാൽ കേരള ഗവൺമെന്റ് കോടതിയിൽ പോയിട്ട് സുപ്രീം കോടതി വരെ ഇല്ലേ, ഭരണഘടനാ ബെഞ്ചില്ലേ? അങ്ങനെ ഇതൊരു വെള്ളരിക്ക പട്ടണമാണോ? ഒരു സർക്കാർ അങ്ങനെ നിയമ പോരാട്ടത്തിന് പൊയ്ക്കോളൂ എന്ന് പറയുന്നതല്ലല്ലോ ന്യായം. ഇതൊരു ഫെഡറൽ സംവിധാനമല്ലേ ശ്രീ ടി പി ജയചന്ദ്രൻ? അതിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. സംസ്ഥാനങ്ങൾക്ക് അവർക്ക് അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിൽ കേന്ദ്രം കടന്നുകയറ്റം നടത്തുകയും അധികാരം പ്രയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങൾ കോടതിയിൽ പോകൂ എന്ന് പറയുന്നത് തന്നെ എന്ത് ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ് എന്ന് താങ്കളുടെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ നിജേഷ് അരവിന്ദ്, നമ്മളുടെ ലീഗിന്റെ പ്രതിനിധി വൈകുന്നു. താങ്കളുടെ അടുത്ത അവസരത്തിൽ പറഞ്ഞാൽ പോരെ? എന്ന് ഞാൻ പറയുന്നത്, ഇവർക്ക് 2 കൂട്ടർക്കും അറിയാൻ രേണുക, ഇതിൽ ന്യായമില്ല. ന്യായവും നീതിയും നിഷേധിക്കപ്പെടുമ്പോഴാണ് കോടതിയിൽ പോകേണ്ടത്. ഞാൻ കോടതിയിൽ പോകാൻ വേണ്ടി പറഞ്ഞല്ല, ന്യായമില്ലാത്തത് കൊണ്ട് കോടതിയിൽ പോയിട്ട് രക്ഷയില്ല. കാരണം ഇതിൽ നീതിയില്ല, സത്യസന്ധതയില്ല. അതാണ് ഇതിന്റെ വസ്തുത. അല്ലാതെ 2 കൂട്ടരും ഒപ്പിടാൻ മത്സരിക്കണോ? നടപ്പിലാക്കാൻ മത്സരിക്കണോ? അവരെ സാമ്പത്തികമായി കേരളത്തെ കേന്ദ്രം എങ്ങനെ വരിഞ്ഞു മുറുക്കുന്നു എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ശ്രീ ജയചന്ദ്രൻ. താങ്കൾ തന്നെ പറഞ്ഞു മറ്റു പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് പിടിച്ചുവെക്കുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും സർക്കാരുകൾ എങ്ങനെയാണ് അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതെന്നൊരു സംശയമുണ്ടല്ലോ. ശ്രീ നിജേഷ്, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.